എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഗ്രാമവും ആ ഗ്രാമത്തിന് നടുവിലെ ഒരു കുളത്തിലെ കാഴ്ചകളുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറച്ച് ഏലക്കാടുകൾക്ക് നടുവിലാണ്. കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ നമ്മുടെ യാത്ര എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ ഏലമലക്കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമവും ആ ഗ്രാമത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളത്തെ കാഴ്ചകളുമാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കറുവാക്കുളം. അപ്പോൾ കറുവാക്കുളത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് വണ്ടൻമേട് എന്ന സ്ഥലത്ത് നിന്ന് മാലിക്ക് പോകുന്ന വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഇവിടെ വണ്ടൻമേട് ഇതിനെ ചേർന്നൊരു പോലീസ് സ്റ്റേഷനുണ്ട്. ആ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിലൂടെ നേരെ വിട്ടാൽ മതി. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതൂർന്ന് നിൽക്കുന്ന ഏലക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്രയാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നമുക്ക് പോകുന്ന വഴി കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഏലക്കാടുകളും വലിയ മരങ്ങളും അതിൻ്റെ ഇടയിലൂടെയുള്ള ചെറിയ റോഡുകളും നല്ല രസമുണ്ട് ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. നമ്മൾ ചൂടിൽ നിന്ന് നേരെ ഈ തണുപ്പിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് ഇതിലൂടെ പോകുമ്പോൾ, ഈ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ശരിക്കും അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ യാത്ര ആ ഗ്രാമത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, or the highway. And in the driveway is a nice range. Cause I grind through the climb, I invite pain. You'll never hear me, bitch, nah, I don't complain. Just gotta flip the switch and you can go and obtain anything you want, anything you need. Your mind's got the key ingredient, it's belief. They'll deceive with the negativity, but I just slide right by that energy. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no. പോകുന്ന വഴിക്കൊക്കെ ചെറിയ കെട്ടിടങ്ങൾ, വീടുകളൊക്കെ കാണാം. ഒരു തമിഴ് ശൈലിയിലുള്ള ഗ്രാമീണ ശൈലിയാണ് ഇവിടെയുള്ളത്. കാരണം ഇവിടെ കൂടുതലും ഏലക്കാടുകളിൽ പണിക്ക് പോകുന്ന ഒരു തമിഴ് ജനതയാണ് ഇവിടെ കൂടുതലായിട്ട് ഈ വഴികളിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ഏലക്കാടുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. വലിയ മരങ്ങളും ഏലക്കാടുകളും. വളരെ രസമാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിലെ അത്ഭുതക്കുളം എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രാമം, അതിന് ചുറ്റുമുള്ള വലിയൊരു കുളം, അതിന് ചുറ്റും രണ്ട് സൈഡിലും വലിയ ഏലക്കാടുകളും. അങ്ങനെ ആ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. മനോഹരമായ ഏലക്കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമവും അതിന് നടുവിലായിട്ടുള്ള ഒരു കൊച്ചു കുളവും. ഈ ഗ്രാമത്തിൻ്റെ പേരാണ് കറുവാക്കുളം എന്നറിയപ്പെടുന്നത്. ഈ കുളത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, ഇവിടെയുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ അലക്കി കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഈ കുളം എന്നാണ് പറയപ്പെടുന്നത്. ഇതിനോട് ചേർന്ന് ഒരമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇടതൂർന്ന് നിൽക്കുന്ന ഏലക്കാടുകളും വലിയ മരങ്ങളും അതിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമവും
ആ ഗ്രാമത്തിന് നടുവിലായി ഒരു കുളവും. അതാണ് കറുവാക്കുളം എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ കറുവാക്കുളത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഷെയറും ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയമെന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു യാത്ര എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു യാത്ര എപ്പിസോഡുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.